നീലാഞ്ജനം പാർട്ട് 4. ഷെടാ, ഈ പെണ്ണിന് എന്ത് പറ്റി? ആഴ്ചയൊന്നായല്ലോ കണ്ടിട്ട്. അതോ അന്ന് തലക്കടി കിട്ടിയ ശേഷം ബോധോദയം വല്ലതും വന്നോ? ആവോ, ആരോടപ്പം സത്യാവസ്ഥ ചോദിച്ചറിയാ? മാഷിനോടും കല്യാണിയമ്മയോടും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോയ മാതിരി നാണം കെടാം. അതെന്തായാലും വേണ്ട. പിന്നെയുള്ളത് സ്വാതിയടത്തിയാണ്. അത് ഇതിങ്ങളെക്കാളും അപകടമാണ്. എന്തെങ്കിലും ചോദിച്ചാൽ കൃത്യം ആ മറുതയുടെ ചെവിയിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ അതും വേണ്ട. എന്നാൽ നേരിട്ട് ചെല്ലാനും പറ്റില്ല. എവിടെ വരെ പോകുമെന്ന് നോക്കാം, എന്നിട്ട് എന്തേലും ചെയ്യാം. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം നിരഞ്ജൻ ആമയെ കണ്ടിട്ടില്ല. ആദ്യമൊക്കെ കരുതി വയ്യാത്തത് കൊണ്ടാവുന്നു. പക്ഷേ തലയിലെ മുറിവൊക്കെ ഉണങ്ങിയിട്ടും പുള്ളിക്കാരിയെ കാണാഞ്ഞപ്പോൾ ചെറിയൊരു വൈക്ലഭ്യം തോന്നാതിരുന്നില്ല. അവളുമായിട്ട് അടിയും വഴക്കുമില്ലാതൊരു സുഖവും തോന്നിയില്ല നിരഞ്ജന്. ആകെ വിളറി പിടച്ച മാതിരിയായിരുന്നു. രാവിലെ പതിവ് കലാപരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ നിൽക്കുവാണവൻ. നീ ഇന്ന് നേരത്തെ മറ്റോ വരുമോ? ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകുന്നവനെ നോക്കി കല്യാണിയമ്മ ചോദിച്ചു. അതെന്താപ്പോ പതിവില്ലാത്തൊരു ചോദ്യം? ടവലിൽ തുടച്ച് തിരിഞ്ഞവൻ മറുചോദ്യം ചോദിച്ചു. ഞങ്ങളെല്ലാം കൂടി വീട് പൂട്ടി അപ്പുറത്തേക്ക് പോകും ഒരു 3 മണിയൊക്കെ കഴിയുമ്പോൾ. അഥവാ വന്നാലും നീ അങ്ങോട്ട് വന്ന് കീ മേടിച്ചാൽ മതി. കഴിച്ച പാത്രങ്ങൾ അടുക്കളയിലേക്ക് എടുക്കുന്ന കൂട്ടത്തിൽ കല്യാണമ്മ വിളിച്ചു പറഞ്ഞു. അതെന്താ, അവിടെ വല്ല കുടുംബയോഗവും കൂടാൻ തീരുമാനിച്ചോ നിങ്ങളെല്ലാം കൂടി? ഊവല്ലോ, പക്ഷെ കുടുംബയോഗമല്ല, ചെറിയൊരു പെണ്ണ് കാണൽ. എന്തേ? ആർക്കാണാവോ? വയസ്സായ സുമിത്രേച്ചിയെ പിടിച്ച് വരുന്നവർക്ക് മുന്നിൽ ഒരുക്കി നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ആമയെ കാണാൻ, അല്ലാതെ വേറെ ആരെ കാണാനാണ് വരുന്നത്? അവളെ കാണാനോ? വാക്കുകളിൽ പതർച്ച വരാതെ അവൻ ചോദിച്ചു. ആ, ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. ചെക്കൻ ബാങ്ക് മാനേജറാണ്. ഫോട്ടോ കണ്ട് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി. സന്തോഷത്തോടെ അവർ പറഞ്ഞു. അല്ലെങ്കിലും നിന്നോട് എന്തിനാപ്പോൾ ഞാനിത് പറയണത്? അവൾ ഒരു ദിവസം മുന്നേ കെട്ടിപ്പോയാൽ അത്രയും സ്വസ്ഥയെന്ന് പറഞ്ഞല്ലേ നിൻ്റെ നടപ്പ്. എന്തായാലും നിൻ്റെ ആ ഒരു പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. മറുപടിയൊന്നും പറയാതെ നിരഞ്ജൻ തൻ്റെ ബൈക്കുമെടുത്ത് പുറത്തേക്ക് പോയി. സ്റ്റേഷനിൽ ചെന്നിട്ടും ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന മട്ടിൽ ബാക്കിയുള്ളവർ. ദേഷ്യം കൊണ്ടവന് കണ്ണ് കാണാൻ പറ്റില്ലെന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു പിന്നീട് അങ്ങോട്ട്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യത്തോട് ദേഷ്യം. അവനാകട്ടെ ഒന്ന് തൊട്ടാൽ ഇപ്പോൾ പൊട്ടാൻ പാകത്തിന് മുഖമൂതി വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സാറിന് എന്നാ പറ്റിയത്? നിരഞ്ജൻ്റെ വായിലെ തെറി അഭിഷേകം മുഴുവൻ കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കോൺസ്റ്റബിൾ ആരോടെന്നില്ലാതെ പറഞ്ഞു. മറുപടി പറയണമെന്ന് അടുത്തിരിക്കുന്നവർക്ക് അതിയായ ആഗ്രഹം തോന്നിയെങ്കിലും അതിൻ്റെ പിന്നാലെ കേൾക്കേണ്ടി വരുന്ന പുളിച്ച തെറിയെപ്പറ്റി ഓർത്തപ്പോൾ വേണ്ടാന്ന് വെച്ചു. ഓരോ മണിക്കൂറും കടന്നു പോകുന്നതനുസരിച്ച് നിരഞ്ജൻ്റെ ദേഷ്യം കൂടുന്നതല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. ഊണും കഴിക്കാതെ ആരോടൊക്കെയോ അമറി പൊടിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ അവൻ്റെ ഫോണിലേക്ക് വിളിച്ച കുറേ എണ്ണത്തിനും നല്ല കുശാലായിട്ട് കിട്ടി. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും നല്ല കോളായിരുന്നു. സമയം വീണ്ടും കടന്നു പോയതും അവന് ദേഷ്യം കൂടി വട്ടായി. 2:30 കഴിഞ്ഞതും ബുള്ളറ്റും എടുത്ത് നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ഇതേ സമയം സ്ത്രീജനങ്ങളൊക്കെയും അടുക്കളയിൽ ധൃതിപ്പെട്ട പണിയിലായിരുന്നു. പുറത്ത് അവരുടെ വരവും കാത്ത് മാഷും ചന്ദ്രനും ഓരോ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അവരെപ്പോഴാ എത്താമെന്ന് വിളിച്ച് പറഞ്ഞ സുമിത്രേ? ഊവിൻ്റെ കല്യാണിയെ ഒരു 10 മിനിറ്റ് കൂടി കഴിയുമ്പോൾ വരും. ഇവിടെ വന്നിട്ട് വേണം പോലും ചെക്കന് ബാങ്കിൽ എന്തോ അത്യാവശ്യത്തിൻ്റെ ഒരു യാത്ര പോവാൻ. അതാണ് ഈ നേരത്തെ വരുന്നത്. ആ, ഞാനും ആലോചിച്ചു. നീ എന്താ ആമി ആ കസവിൻ്റെ ധാവണി എടുത്തു കൊടുക്കാത്തത്? ദേ, ആ പൂവും വെച്ചില്ലേ പെണ്ണെ? വലിയ ചമയങ്ങളൊന്നും ഇല്ലാതെ അടുക്കളയിൽ ഇട്ടിരുന്ന മേശക്കരികിൽ വന്ന് നിൽക്കുന്നവളെ നോക്കി സ്വാതി ചോദിച്ചു. അതൊന്നും വേണ്ട ഇടത്തി, ചുമ്മാ കോലം കെട്ടാൻ ഇത് മതി. ഞാൻ എങ്ങനെയാണോ അങ്ങനെ മതിയല്ല. എന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിച്ചത്? കയ്യിലിരുന്ന ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം മേശമേൽ വെച്ചിട്ട് ആമയും വിളിച്ച് പിന്നാമ്പുറ കോലയിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ ചോദിച്ചു. അതൊക്കെയുണ്ട്. കാണാൻ പോണ പോലെ ഞാൻ പറഞ്ഞറിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാം കണ്ടറിഞ്ഞാൽ മതി. മോള് കഥാപ്രസംഗം നിർത്തിയിട്ട് കാര്യം എന്താച്ചാ ഉള്ളത് പോലെ പറയ്. വെറുതെ മനുഷ്യനെ വട്ടാക്കാതെ. ഈ പെണ്ണ് കാണലിന് വേണ്ടി വാങ്ങിയ പാലും പഞ്ചാരയും തേയിലപ്പൊടിയൊക്കെ വെറുതെയാണ്. ആർക്കും ഒരു ഉപയോഗവും ഇല്ലാതെ പോകും. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. അതും പറഞ്ഞവൾ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴും ആമി പറഞ്ഞതിൻ്റെ പൊരുളറിയാതെ നിൽക്കുന്നുണ്ടായിരുന്നു സ്വാതി. കല്യാണി, അവരെത്തി. മോളെയും കൂട്ടി ഉമ്മറത്തേക്ക് വായോ. പൂമുഖത്ത് നിന്നും അകത്തളത്തിലേക്ക് നോക്കി മാഷ് വിളിച്ചു പറഞ്ഞിട്ട് ചെക്കനോടും കൂട്ടരോടും സംസാരിക്കുന്നതിലേക്ക് തിരിഞ്ഞു. 10 തലമുറയ്ക്ക് മുൻപുള്ള ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അറക്കവാളിനേക്കാൾ നാവുകൊണ്ട് പെട്ടെന്ന് കഴുത്തു മുറിക്കുന്നുണ്ടായിരുന്നു. ചായക്കപ്പുകൾ നിറച്ച ട്രേ എടുത്ത് ആമയുടെ കയ്യിലേക്ക് കൊടുത്തു കല്യാണിയമ്മ.
അതിന് പുറകെ പലഹാരങ്ങളുമായി സ്വാതിയും നടന്നു. ഇടനാഴിയും കടന്നവർ പൂമുഖത്ത് വന്നു നിന്നു. ആ, നോക്കി നിൽക്കാതെ ചായ കൊടുക്കുമോളെ. ചന്ദ്രനും മാഷും ഒരേ സ്വരത്തിൽ പറഞ്ഞു തീർന്നതും നിരഞ്ജൻ്റെ ബൈക്ക് മുറ്റത്ത് വന്നതും ഒരുമിച്ചായിരുന്നു. കണ്ണിലൊളിപ്പിച്ച ദേഷ്യത്തോടെ അവൻ എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. വേഗത്തിൽ പടികൾ ഓരോന്നും കയറി വരുമ്പോഴും അവൻ്റെ നോട്ടം മുഴുവൻ അവളിലായിരുന്നു. ആമയുടെ കയ്യിലിരുന്ന ട്രേ ദേഷ്യത്തിൽ പിടിച്ചു വാങ്ങി പുറത്തേക്ക് എറിഞ്ഞവൻ. ബാക്കിയുള്ളവരാകട്ടെ നിരഞ്ജൻ്റെ പ്രവൃത്തിയിൽ ഒരു നിമിഷം നടുങ്ങിപ്പോയി. ഞാൻ ചത്തിട്ടില്ല കണ്ടവന്മാരുടെ മുന്നിൽ കെട്ടിയൊരുങ്ങി നിൽക്കാൻ. അതും പറഞ്ഞവൻ ആരെയും നോക്കാതെ ആമയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. വന്നവരൊക്കെ വന്നതിനേക്കാളും വേഗത്തിൽ സ്ഥലം കാലിയാക്കി. ഇവിടിപ്പോൾ ആരാ പടക്കം പൊട്ടിച്ചതെന്ന് പറഞ്ഞു നിൽക്കാം മാഷും കൂട്ടരും. പതിയെ പതിയെ അതൊരു പൊട്ടിച്ചിരിയിലേക്ക് വഴിമാറി. എടോ, ഇപ്പം ഇവിടെ നിന്ന് പോയ ആ സാധനത്തിന് ആമയെ കെട്ടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് രണ്ടാൾക്ക് സമ്മതമാണോ? ഒരു പുഞ്ചിരിയോടെ മാഷ് തിരക്കി. കാര്യങ്ങളുടെ കിടപ്പ് വശം ഏകദേശം മനസ്സിലാക്കിയ ചന്ദ്രനും സുമിത്രയും തങ്ങളുടെ സമ്മതം അറിയിച്ചു. ഡി, നിന്നോടാരാ പറഞ്ഞേ കണ്ടവന്മാരുടെ മുന്നിൽ പോയി നിൽക്കാൻ? അച്ഛനും മാഷുമാമയും ഒരു കൂസലുമില്ലാതെ അവൾ നിരഞ്ജനോട് പറഞ്ഞു. അതിനവൻ ഒരു പുഞ്ചിരിയോടെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. എന്നാലേ ഇനി അവർ പറയില്ലടി, അതിനുള്ള മരുന്ന് ചേർത്താണ് ഞാൻ കൊടുത്തിട്ട് വന്നത്. അവളുടെ നെറുകയിൽ നിന്ന് മുത്തിക്കൊണ്ടവൻ പറഞ്ഞു. അയ്യേ ഒലിപ്പീര്. നിരഞ്ജനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. ഇനി നീ എൻ്റെ ഷർട്ടിൽ ആ പരട്ടപ്പൊടി വാരിയിടോ? പ്രതീക്ഷയോടെ നിരഞ്ജൻ ചോദിച്ചു. ഇടും, അതിലൊരു സംശയവും വേണ്ട. ഇതൊരു നടക്കൊന്നും പോണ ലക്ഷണമില്ല. ആമയെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിരഞ്ജൻ ഒന്ന് ആത്മകഥിച്ചു. തിരികെ അവളും അവനെ പുണർന്നിരുന്നു. ശുഭം.